മാതാവിനും ഈശോയ്ക്കും ഒരുപാട് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ സാക്ഷ്യം പറയുവാണ്. ഞാൻ ഷേർലി, എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ ഒന്നാമത്തെ അനുഭവ സാക്ഷ്യം ഇതെൻ്റെ മകളാണ്. അവൾ UK അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പം ഒരു 3 വർഷമായിട്ടുണ്ട്. അപ്പം ഞാൻ 2023 ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി എടുത്തത് തന്നെ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. അപ്പം മകൾ UK അങ്ങ് പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് എപ്പോഴും പറയുമായിരുന്നു, അമ്മ എൻ്റെ മകളെ നോക്കിക്കോണം, അമ്മ എൻ്റെ മകളെ നോക്കിക്കോണം എന്ന് എപ്പോഴും. ഇവളാണ് എൻ്റെ ഒരു ഇതുപോലെ. അങ്ങനെയായി ആ ഇടയ്ക്ക് അമ്മ ആദ്യത്തെ കൊച്ചിവൊക്കെ ഉണ്ടായിരുന്നു. ഇവൾ ആദ്യത്തെ കുഞ്ഞിനെ 8 മാസം ഉള്ളപ്പോഴാണ് ഇവൾ കുഞ്ഞിനെയും കൊണ്ട് ഭർത്താവുമായിട്ട് അവൾ വിദേശത്തേക്ക് പോയത്. അത് കഴിഞ്ഞ് അവളവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് അവൾക്ക് എനിക്ക് ദർശനത്തിൽ കാണുവാണ് ഇവൾ 2ാമത് ഗർഭിണിയായെന്ന്. അപ്പം ഞാനോർത്ത് എന്താ അമ്മ ഇതിങ്ങനെ. അപ്പോൾ ഞാൻ ഇവളെ പറ്റി എനിക്കൊരു വിവരം കിട്ടുന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇവൾ എന്നെ വിളിച്ചിട്ട് പറയും, മമ്മി ഞാൻ ഗർഭിണിയാണെന്ന്. അപ്പം ഞാൻ ഓർത്ത് അമ്മ എനിക്ക് കാണിച്ചു തന്നത് സത്യമാണല്ലോ എന്ന് ഓർത്ത്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു കാര്യം, അവൾക്കെന്തോ സംഭവിക്കാൻ പോണ്, അവൾക്കും എൻ്റെ കുഞ്ഞിനും എൻ്റെ മകൾക്കും കൊച്ചിനും എന്തോ സംഭവിക്കാൻ പോണ്. അങ്ങനെ ഒരു ടെൻഷൻ ആയപ്പോഴേക്ക് ഇതിനിടയ്ക്ക് ഞാൻ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എനിക്കിത് ഉടമ്പടി എടുത്തപ്പോഴേ എനിക്ക് അമ്മ കാണിച്ചു തന്നത് ഈ 2 വലിയ ചിറകുള്ള 2 മാലാഖന്മാർ ഇവിടെ വന്ന് ഇത് അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നതായിട്ട്, ഇങ്ങനെ പറന്ന് വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്വർണ്ണ കളറുള്ള ചിറകായിട്ട്, വലിയ ചിറക്. അതങ്ങനെ ഞാൻ കണ്ടു. അപ്പോൾ ആരാധനയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ആരാധനയിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കുമായിരുന്നു. എന്നാൽ കഴിയുന്ന പോലുള്ള പാവങ്ങൾക്ക് സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. കരുണാലയത്തിലൊക്കെ പോയി അവർക്ക് വായിച്ചു കൊടുക്കുകയും അവർക്ക് ഇത് ശുശ്രൂഷിക്കുകയൊക്കെ ഞാൻ എന്നാൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ എനിക്ക് വേറൊരു കാര്യം കാണിച്ചു തരുന്നത്. എൻ്റെ മകളുടെ കുഞ്ഞിനെന്തോ സംഭവിക്കാൻ പോകണമെന്ന്. അപ്പം എനിക്ക് ടെൻഷനായി. അമ്മ എന്താ അമ്മ, പിന്നെ എനിക്ക് ഉറക്കമില്ല, സമാധാനമില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല. പിന്നെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു 2 ഹൈന്ദവ സുഹൃത്തുക്കളോടും പിന്നെ എൻ്റെ ഒരു കസിൻ ചേച്ചിയോടുമാണ്. വേറെ ആരോടും ഞാനിത് പറഞ്ഞില്ല. ഇങ്ങനെ എന്തോ എൻ്റെ കുഞ്ഞിന്, എൻ്റെ മോൾക്ക് എന്തോ സംഭവിക്കാൻ പോണ്, അവളുടെ ജീവൻ എന്തോ ഒരു ആപത്ത് പോലെ. എനിക്കാകെ ടെൻഷനായി. അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. എൻ്റെ പൊക്കിൾക്കൊടി ബന്ധമാണ് ഞങ്ങൾ അമ്മയും എല്ലാവരും ലോകത്തിൽ അങ്ങനെയാണല്ലോ, അമ്മയും മക്കളും തമ്മിലുള്ള പൊക്കിൾക്കൊടി ബന്ധമല്ലേ. അപ്പം അമ്മ എനിക്കിത് കാണിച്ചു തന്നത് അങ്ങനെ പറയാം. ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു സംഭവത്തെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഈ തൈലം, ഇവിടുത്തെ തൈലം എടുത്ത് എൻ്റെ പൊക്കിൾക്കൊടിയിൽ, എൻ്റെ പൊക്കിളിൽ ചുറ്റും പെരട്ടിയിട്ട് ഞാൻ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലി. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഇതെൻ്റെ മകളുടെ ഇതിലേക്ക് ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മകൾക്കത് സംഭവിക്കണം. അങ്ങനെ കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് ഇതങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും എനിക്ക് സമാധാനമില്ല. അങ്ങനെ അപ്പം ഇവർക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നുള്ളത് ഞാൻ അറിയുന്നുണ്ട്, പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ അറിയുന്നുണ്ട്. ഇത് ഇടയ്ക്ക് എന്നാലും എൻ്റെ മനസ്സിലേക്ക് ഇത് വരുക, അവൾക്കെന്തോ സംഭവിക്കാൻ പോകണമെന്ന്. ഇങ്ങനെയായി കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറയുവാണ്. അപ്പോൾ എനിക്ക് ഏലീശോയുടെ അടുത്ത് അമ്മ തിടുക്കത്തിൽ പോകുന്ന ഒരു സംഭവത്തെപ്പറ്റി അമ്മ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മിപ്പിച്ചു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മേ അവൾക്കാരുമില്ല, അവളുടെ ഭർത്താവും കൊച്ചുങ്ങളും മാത്രമേ ഉള്ളൂ, കൊച്ചും മാത്രമേ ഉള്ളൂ, പുതിയ സ്ഥലമല്ലേ, അവിടെയല്ലേ. അപ്പോൾ അവൾക്ക് ഞാൻ ആദ്യത്തെ പ്രസവം നന്നായിട്ടൊക്കെ നടത്തി കൊടുത്തതാണ്. അമ്മ അവളെ ഒന്ന് സുരക്ഷിതമായ കയ്യിലേക്ക്, അവൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരു കുഴപ്പം വരാത്ത വിധം അവളെ സുരക്ഷിതമായിട്ട് അമ്മ ആക്കണമെന്ന് പറഞ്ഞു. അതിൽ ഞാൻ കാണുന്നത് എന്നാന്ന് വെച്ചാൽ അമ്മ ഭയങ്കര വലിയ അമ്മ പറന്ന് പോകുന്നിട്ട് ഇവൾ കിടക്കുന്ന കട്ടിലിൻ്റെ അരികിൽ അമ്മ ഇരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗർഭിണിയായ ഇവളുടെ അരികിൽ അമ്മ ഇരിക്കുന്നു, പരിശുദ്ധ അമ്മ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് സമാധാനമായി. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നാലും വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശ്വാസപ്രമാണവും ഇത് ഉടമ്പടി പ്രാർത്ഥനയും ജപമാലയുമാണ്. എനിക്ക് ഏത് നേരം ഇതേ എനിക്ക് ചിന്തയുള്ളൂ, ഇവളെ സംരക്ഷിക്കണം, ഇവൾക്കും കുഞ്ഞുങ്ങൾക്കൊരു ആപത്തും വരരുത് എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം. ഇതിന് ശേഷം ഞാനപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നല്ലോ, എൻ്റെ മകളെ സുരക്ഷിതമായിട്ട് പിള്ളേർ 2 നോക്കണ്ടേ. എന്തായാലും പ്രസവം കഴിഞ്ഞതേ എനിക്കൊരു പിക്ചർ അയച്ചു, 2 പാത്രമായതിൻ്റെ. ഇവളുടെ നെഞ്ചത്ത് തന്നെ കുഞ്ഞ് കിടക്കുന്നതായിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു. അത് വിളിച്ചിട്ടൊന്നുമില്ല. അതിൽ ഞാൻ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് അവളുടെ സ്വരം ഒന്ന് കേൾക്കണം, വീഡിയോ കോളെങ്കിലും എനിക്കൊന്ന് കേൾപ്പിച്ച് തരാമോ അമ്മയെന്ന്. അന്നേ ദിവസം രാവിലെ കുർബാനയ്ക്ക് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈശോയോട് ഇത് പറയണത്. അന്നേ ദിവസം ഒരു 11 മണിയായപ്പോൾ, നമ്മുടെ ഇന്ത്യൻ ടൈം 11 മണിയായപ്പോൾ ഇവൾ എന്നെ
വിളിച്ചിരിക്കുന്നു വീഡിയോ കോള്. അപ്പോൾ ഇവളെന്നെ കൊച്ചിനെയും കാണിച്ചു തന്നു. അപ്പോഴും എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു സംശയം, അന്ന് ഇവൾക്ക് സുഖമില്ലെന്ന് കണ്ടത് അല്ല ഇങ്ങനെ കൊച്ചിനെന്തോ ദോഷം വരാൻ പോകണമെന്ന് കണ്ടത് എൻ്റെ തോന്നലാണോ, അങ്ങനെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവൾ അന്ന് എന്നെ വീഡിയോ കോൾ വിളിച്ച് അന്ന് തുടങ്ങി അവൾ ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. അത് പിന്നെ വിളിക്കും ഇതുവരെ നിർത്തിയിട്ടില്ല. അതിനിടയ്ക്ക് അപ്പോൾ എനിക്കൊരു സംശയം, അത് എനിക്ക് തോന്നിയതായിരിക്കും, അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ ഒരു പൈശാചിക തോന്നലായിരുന്നു. അതിൽ ഇവളൊരു കുഞ്ഞിന് 2 മാസം കഴിയുമ്പോൾ ഇവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മിക്കറിയോ ഡോക്ടർമാർ പല പ്രാവശ്യം പറഞ്ഞതായി കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പറഞ്ഞതാന്ന്. എനിക്കത് കേട്ടതിൻ്റെ ചങ്ക് തകർന്നു പോയി. ഞാൻ കണ്ടതും എന്തോ എൻ്റെ കുഞ്ഞിന് അബദ്ധം വരാൻ പോണു, അത് സത്യമാണല്ലോ എന്നുള്ള ഇതായിരുന്നു എനിക്ക്. അപ്പോൾ ഈ കുഞ്ഞിന് ജനിച്ചാലും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൾ ഓരോ പ്രാവശ്യം അബോർട്ടിനുള്ളത് ഫിക്സ് ചെയ്തിട്ട് പോരും. പക്ഷേ ഇവൾക്ക് പിന്നെ തോന്നത്തില്ല, ഞങ്ങൾ വളർത്തിക്കോളാം, എന്തവസ്ഥയാണെങ്കിലും ഞങ്ങൾ വളർത്തിക്കോളാം എന്നുള്ളത് ധൈര്യത്തോടെ ഇവളും ഇവളുടെ ഭർത്താവും പറയാൻ തുടങ്ങി. അതിനുശേഷം വേറൊരു കാര്യമുള്ളത്, ഇവളെ ഭർത്താവ് പൊന്നുപോലെ ഒരമ്മ നോക്കുന്ന പോലെ ഇവളെ നോക്കി എന്നുള്ളതാണ്. അത് ഞാൻ അമ്മയോട് പറഞ്ഞ, കാരണം ഇവളുടെ ഭർത്താവ് അത്ര നോക്കുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അത്രയ്ക്കൊന്നുള്ള കഴിവൊന്നും അവനില്ല. ഒരു അമ്മ ചെയ്യുന്ന, കാരണം അവന് പെങ്ങന്മാരില്ല, അത് കാരണം അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ, അമ്മ തന്നെ ഇവളുടെ ഭർത്താവിൽ പ്രവർത്തിച്ചിട്ട് ഇവൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഇവൾക്ക് ചെയ്തു കൊടുത്തു. എനിക്കതും ഒരു സന്തോഷമായി. അത് കഴിഞ്ഞ് ഇവളതെല്ലാം എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഇവൾക്ക് കൊടുക്കാനുള്ള ഇതൊക്കെ ഞാൻ ഓരോന്ന് പറയുമ്പോൾ അതനുസരിച്ചൊക്കെ ഇവളുടെ ഭർത്താവ് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെയായി 2 മാസം കഴിഞ്ഞപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് ഈ സത്യം പറയുന്നത്, മമ്മി ഇങ്ങനെയായിരുന്നെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഇത് മാതാവിൻ്റെ അനുഗ്രഹമാണ്. അങ്ങനെ അതൊരു വലിയൊരു അത്ഭുതം. ഇപ്പോൾ ദേ ഈ കുഞ്ഞാണ്, ആ കുഞ്ഞിനൊന്ന് കാണിച്ചു കൊടുത്ത മോളെ, ഇതാണ് ആ കുഞ്ഞ്. 2 വയസ്സായി. ഇപ്പം 6 മാസമായപ്പോൾ ഞാൻ ഇവളുടെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ച് ഞാനൊന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയായിരുന്നു. അന്ന് ഇതുപോലെ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിന്നു. അമ്മ എന്താ ചെയ്യണ്ടേ, കുഞ്ഞിന് 6 മാസമായി, എനിക്കെന്നെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അന്നേരം അമ്മ ഇങ്ങനെ കണ്ണ് തുറന്നിങ്ങനെ കാണിക്കുന്നുണ്ട് ഈ ഇടത്തെ സൈഡിലേക്ക്. അപ്പം ഞാനോർത്ത് എന്താ അമ്മ എന്നോട് പറയുന്നത്, അമ്മ എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അന്നേരം ഞാൻ ഇവിടുന്ന് പള്ളിക്കകത്തുനിന്ന് ഇവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ജോമോൾ സിസ്റ്റർ ഇരിപ്പുണ്ട്. അപ്പോൾ സിസ്റ്റർ എന്നെ കണ്ടതേ എന്നോട് ചോദിച്ചാൽ ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്നാണ്. അതാണ് അമ്മ എന്നെ കണ്ണുകൊണ്ട് കാണിച്ചത്, മാതാവ്. അന്നേരം അമ്മയ്ക്ക് ജീവനുണ്ടെന്നുള്ളതിൻ്റെ പരിപൂർണ്ണ സത്യമാണത്. അതെനിക്ക് അപ്പോഴും വീണ്ടും എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് അപ്പം എന്നോട് ജോമോൾ സിസ്റ്റർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാണ് കാര്യമെന്ന് പറഞ്ഞു കൊച്ചിൻ്റെ ഫോട്ടോയും കാണിച്ചു കൊടുത്ത്. അപ്പം എന്നോട് ജോമോൾ സിസ്റ്റർ പറഞ്ഞു, ചേച്ചി ഇപ്പം തന്നെ സാക്ഷ്യം പറയ്, അത് കഴിഞ്ഞ് കൊച്ചു വന്നു കഴിയുമ്പോൾ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് ഞാൻ ഇപ്പം കൊച്ചിനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. പിന്നെ 2ാമത്തെ അത്ഭുതം, എനിക്ക് എൻ്റെ മോൾക്ക് ഞങ്ങൾക്ക് ഇച്ചിരി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവൾ 10ാം ക്ലാസ് +2 ഒക്കെ കഴിഞ്ഞ് നിന്ന സമയത്ത്. അന്നേരം നേഴ്സിങ്ങിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലോൺ എടുക്കണമായിരുന്നു. അപ്പോൾ ലോൺ എടുത്താൽ ഞാൻ ഇവളെ നേഴ്സിംഗ് പഠിപ്പിച്ചത്. അത് ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്ന് പിന്നെ കൊറോണയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് അതിനുള്ള തടസ്സമൊക്കെ വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവൾ UK പോയത് കൊറോണ കഴിഞ്ഞിട്ടാണ്. അന്നേരം ബാങ്കുകാർ പറഞ്ഞു ഒരുമിച്ച് പൈസ അടയ്ക്കാൻ പറഞ്ഞു. അന്നേരം ഞങ്ങളെ കൊണ്ട് അത് പറ്റത്തില്ലായിരുന്നു. അത്യാവശ്യം നല്ലൊരു സംഖ്യ പറഞ്ഞു. ഞങ്ങൾ ചെറിയ തുകയാണ് ബാങ്കിൽ നിന്ന് എടുത്തതെങ്കിലും പക്ഷേ അത്യാവശ്യം വലിയൊരു തുകയാണ് ബാങ്കുകാർ പറഞ്ഞത്. അന്നേരം ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായി. അതോടെ അവർ കേസ് കൊടുത്തു. ഇപ്പോൾ 2-2.5-3 വർഷമായിട്ട് കേസ് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അത് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ സാധിച്ചു. അതും 8 ലക്ഷം 9 ലക്ഷം പറഞ്ഞു കൊടുത്ത് വെറും 2 ലക്ഷത്തിന്. പിന്നെ 30,000 രൂപ അവരുടെ വക്കീൽ കോടതി കയറിയതിനുള്ള ഫീസായിട്ടും. അങ്ങനെ 2 ലക്ഷത്തി 8 ലക്ഷം പറഞ്ഞു കൊടുത്ത് ആദ്യം 8 പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ 6 പറഞ്ഞു. ഇപ്പോൾ അത് 2,30,000 രൂപയ്ക്ക് ആ കേസ് സെറ്റിൽമെൻറ്റായി. അതെനിക്ക് വലിയൊരു അനുഗ്രഹം. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. എൻ്റെ മകളും വന്ന് നിൽക്കുന്നു, എൻ്റെ മകളുടെ പിള്ളേരും. പരിശുദ്ധ അമ്മയ്ക്കും എല്ലാം കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ ഒരുപാട് നന്ദികളൊക്കെ എനിക്ക് ഈശോയോട് പറയാനുണ്ട്. പക്ഷേ ഇവിടെ കൊണ്ട് ഞാനിപ്പം നിർത്തുവാണ്. ദൈവത്തിന് നന്ദി. ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത് തൃപ്പൂണിത്തുറ റോഡ് സൈഡിലൊക്കെ ആയിരുന്നു. ഭക്ഷണമൊക്കെ മേടിച്ച് വീട്ടിലുണ്ടാക്കി പൊതി കെട്ടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഈ പാവങ്ങൾക്ക് വസ്ത്രമൊക്കെ നല്ലതൊക്കെ മേടിച്ച് പുതിയത് കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അപ്പോൾ ഈ വഴിയരികിലുള്ള ഈ കടകളിൽ തൃപ്പൂണിത്തുറ സ്റ്റാൻഡിലും ആശുപത്രികളിലൊക്കെ കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ പിന്നെ തടഞ്ഞു.
അപ്പോൾ പത്രവും ആ കൂടെ കൊടുക്കും. അത് കഴിഞ്ഞ് അവർ പിന്നെ തടഞ്ഞ്, അങ്ങനെ ഫുഡൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഹോട്ടലിൽ നിന്ന് മേടിച്ച് കൊടുക്കലായി. അതിപ്പോഴും എടപ്പള്ളി പള്ളിയിലൊക്കെ പോയാലും അവിടെ വഴിയിലിരിക്കുന്നവർക്ക് എവിടെയെങ്കിലും കണ്ടാൽ, ഇപ്പോൾ കാക്കനാട് ഇവിടെയൊക്കെ പോകുമ്പോഴാണെങ്കിലും നടന്നു പോകുമ്പം ആരെങ്കിലും ഭിക്ഷക്കാരെ കണ്ടാൽ, അവർ വഴിയെ വയ്യാതിരിക്കുന്നവരല്ലേ, അവർക്ക് ഞാൻ അടുത്ത ഹോട്ടലിൽ തപ്പി നടന്ന് ഒന്നുകിൽ ഇവരോട് പറയും എൻ്റെ കൂടെ വരാൻ പറയും, ഇല്ലെന്നുണ്ടെങ്കിൽ മേടിച്ചു കൊണ്ട് ഞാൻ കൊടുക്കും. ഇങ്ങനെയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ എന്നാൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ ഈ ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ പാടില്ലാത്തവരുണ്ട്. ഇനി അറിയാമെങ്കിലും അതൊക്കെ വലിയ കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട്, കൃപാസന അമ്മയുടെ കാര്യം. അപ്പം ഞാൻ എൻ്റെ ഈ അനുഭവം പറഞ്ഞ് അവരെ ഞാൻ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പലർക്കും ഞാൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലും പിന്നെ ഈ പത്രം വായിച്ചാലും അവർ പറഞ്ഞു ഞങ്ങൾക്ക് പത്രം മാത്രമൊന്നും പോരാ, അനുഭവം കേൾക്കണം. അപ്പം ഞാൻ എൻ്റെ അനുഭവം പറയാറുണ്ട്. ഇന്ന് ഞാൻ എന്ന വ്യക്തി, ഷേർലി എന്ന വ്യക്തി ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ അമ്മ അതുപോലെ എന്നെ ചേർത്ത് പിടിച്ചിട്ടാണ്. ഈശോയ്ക്കും മാതാവിനും പിന്നെ യൗസേപ്പിതാവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ തിരുക്കുടുംബമല്ലേ, അവരോട് ഞാൻ യൗസേപ്പിതാവും മാതാവും ഈശോയും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് ഒരുപാട് അനുഭവം കിട്ടിയിട്ടുണ്ട്. ഇനിയും അമ്മയുടെ അടുത്ത് ഞാൻ സാക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്, അതിന് അനുഭവങ്ങൾ ആവശ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനിയും ഞാനിവിടെ വന്ന് നിന്ന് എനിക്ക് സാക്ഷ്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഈശോയ്ക്കും മാതാവിനും നന്ദി. പറ്റുന്ന നാളുകളിലൊക്കെ ഞാൻ സ്ഥിരം കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റാതെ വന്നു. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ 6:30 കുർബാനയ്ക്കൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്താനൊക്കെ ബുദ്ധിമുട്ടാകും. അങ്ങനെ കുമ്പസാരം 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിച്ചു കൊണ്ടിരുന്നു. ഇതെല്ലാം ഇങ്ങനെ ഏറ്റവും മെയിനായിട്ട് പിന്നെ ഈശോയോട് ചേർന്നാണ് പിന്നെ വചനം വായന. അങ്ങനെ പിന്നെ അപ്പം എനിക്ക് പ്രതിസന്ധികൾ വരുമ്പോഴേക്ക് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒരു ബാധയും നിന്നെ ഉപദ്രവിക്കുകയില്ല. ഇതാണ് എനിക്ക് കേൾക്കുന്നത്. എനിക്ക് ടെൻഷൻ വരുമ്പോഴേക്ക് ഇതെൻ്റെ മനസ്സിലേക്ക് വരും. ഞാനിത് ഉടനെ ചൊല്ലിക്കൊണ്ട് നടക്കും. ഒരു 10-20 പ്രാവശ്യം ഞാനിത് ചൊല്ലിക്കൊണ്ട് നടക്കും. ഇതാണ് സ്ഥിരം എപ്പോഴും പ്രാർത്ഥിക്കാനാണ് നമുക്ക് പ്രേരണ കിട്ടുന്നത്. മറ്റു പല കാര്യങ്ങളെക്കാളും കൂടുതൽ ഈശോയോടാണ് ചേർന്ന് നിൽക്കുന്നത്. ഈശോയ്ക്ക് നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50:4. പരീക്ഷണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യയെന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുത്തെ എൻ്റെ കാതുകളെ ശിഷ്യയെന്ന പോലെ ഉണർത്തുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, ഷേർലി എറണാകുളത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത്. ഏറ്റവും വലിയ സാക്ഷ്യം ആദ്യം അവർ പറയുന്നത് കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യാൻ വളരെയധികം തീഷ്ണതയാണെന്ന്. ആർക്കും എന്ത് കൊടുക്കണമെന്നാണ്. അതിനുശേഷം തൻ്റെ മകൾക്കുണ്ടായിരുന്ന കാര്യങ്ങൾ അമ്മ സംസാരിക്കുന്നതായിട്ടാണ്. പരിശുദ്ധമ്മ കൃപാസന അൾത്താരയിൽ 2004 ഡിസംബർ 7 ജീവനോടുകൂടി പ്രത്യക്ഷപ്പെട്ടെന്ന് ആ കുട്ടിക്ക് അവർക്ക് മനസ്സിലായിട്ട് അവർ പറയുക, അമ്മ ജീവനോടുകൂടി ഇരിക്കുകയാണ്. അമ്മയുടെ കണ്ണിൽ നോക്കിയാണ് അവർ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്ന്. അപ്പോഴമ്മ വലിയൊരു ചിറകോടുകൂടി പറന്ന് വന്ന് ഇവിടെ കൃപാസനത്തിലിരിക്കുന്ന അമ്മയുടെ അടുത്ത് വന്ന് മാലാഖമാർ നിൽക്കുന്നതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം അവർ അമ്മയെ കണ്ണിൽ കൂടി നോക്കി, കണ്ണിലൂടെ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ ആ കണ്ണിലൂടെ കാണിച്ചതാണ്. എൻ്റെ മോൾക്ക് ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പ് അവർക്കെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. അതെന്താണെന്നറിയാനായിട്ട് ഇവിടെ വന്ന് ചോദിച്ചമ്മേ, എന്താണ് അമ്മ ഇങ്ങനെ, എനിക്കിങ്ങനെയുള്ള സംഭവം ഉണ്ടായല്ലോ, എൻ്റെ മോളുടെ സങ്കടം ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരിക്കലും വരുത്തല്ലേ, എനിക്കത് താങ്ങാൻ പറ്റില്ല അമ്മേ എന്നും പറഞ്ഞ് അമ്മയോട് സങ്കടപ്പെട്ട് പറയുമ്പോൾ അമ്മ കണ്ണുകൊണ്ട് കാണിച്ചു തെക്കുവശത്തോട്ട്. അവർ അമ്മയോട് സംസാരിച്ച് കഴിഞ്ഞ് അപ്പുറത്ത് വരുന്നപ്പോൾ ജോമോൾ സിസ്റ്റർ ഇരിക്കണ കണ്ട് പറയുകയാണ്, സിസ്റ്ററെ ഇങ്ങനെ ഒരു കാര്യം അമ്മ മാതാവ് പറഞ്ഞു തന്നു. അതെന്താ? കാര്യം കേട്ടപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇവിടെ വന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതിനാണ് മോളെയും കൊണ്ടുവന്ന് കുഞ്ഞിനെയും കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പല തവണ പലരും പറഞ്ഞു അബോർഷൻ ചെയ്യാൻ. എന്നാൽ അബോർഷൻ ചെയ്യുന്ന ഡേറ്റ് എടുത്തിട്ടും അതിനൊരു മനസ്സ് വരുന്നില്ല. കാരണം അവർ പറയുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളായി ഉപ്പെടുത്ത്
പൊക്കിളിൽ വിശ്വാസ പ്രമാണവും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശ് വരച്ചു. അമ്മേ, പൊക്കിൾക്കൊടി ബന്ധമാണല്ലോ, എൻ്റെ മോൾക്കൊരു ആപത്തും വരുത്തരുതേ, അവളെ കൊണ്ടുവന്ന് ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. ആ ബന്ധം അമ്മ മുറിച്ച് കളഞ്ഞില്ല. അമ്മ സുരക്ഷിതമായി സംരക്ഷിച്ചു കൊണ്ടിരുന്നു. അവർ അബോർഷൻ ചെയ്യാൻ പോയി ഡേറ്റ് എടുത്തിട്ടും തിരിച്ചു പോരുകയാണെന്ന്. അതിനൊരു മനസ്സ് വരുന്നില്ല. കാരണം അമ്മ ചെയ്യിക്കത്തില്ല. അമ്മയോട് കുട്ടിയുടെ മോള് അമ്മ പറഞ്ഞ വാക്കമ്മ സ്വീകരിച്ചിരിക്കുക. അമ്മ അനുസരിച്ചുകൊണ്ട് ഈശോയോട് പറഞ്ഞു. ഈശോ അത് ഉടനെ സാധിച്ചു കൊടുക്കുകയാണ്. ഉടമ്പടി ഉടനടി പരിഹാരമാണ്. അവരാദ്യം പറഞ്ഞത് ആ പ്രേക്ഷിത പ്രവർത്തനമാണ്. ആ പ്രവൃത്തിയിലൂടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നത്. ജീവനോടുകൂടിയാണ് അമ്മ ഇരിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത്. ജീവനോടുകൂടിയാണ് ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന അമ്മ. ഉടമ്പടി എടുത്തതിന് ശേഷം എത്രയോ പേർക്കാണ് ചഞ്ചല ഹൃദയത്തോടു കൂടി പോകുന്നത്. എല്ലാവരോടും പറയാനുള്ളത് ഇതാണ്, അമ്മ ജീവനോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം എടുക്കാമെന്ന് പറയുന്ന സമയം മുതൽ അമ്മ നിങ്ങളുടെ കൂടെ നടക്കുകയാണ്. അത് ജീവനുള്ള അമ്മയാണ്. ആ ജീവനുള്ള അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ മനസ്സ് ശാന്തതയോടുകൂടി നിൽക്കണം. അവർ ദൈവത്തോടു കൂടിയായിരുന്നു ചേർന്ന് നിന്നത്. പരിശുദ്ധ അമ്മയോട് അനങ്ങുമ്പോൾ വന്ന് കാര്യങ്ങൾ പറയുന്നത്, അത് പ്രാർത്ഥിക്കുന്നത് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയാണ്, വിശ്വാസ പ്രമാണമാണ്. എന്നിട്ട് അമ്മയോടാണ് എപ്പോഴും സംസാരിക്കുന്നത്. അതാ ബന്ധം. വ്യക്തിപരമായ പ്രാർത്ഥന ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഉടമ്പടി എടുത്തവരാരും അതിന് സമയമില്ലെന്നാണ് പറയുന്നത്. സമയമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അമ്മയോട് കൂടി ചേർന്ന് നിൽക്കാൻ പറ്റുന്നത്? ഈ ഷേർലി മോള് ചെയ്തത് അമ്മയോട് പറയാൻ സമയം കണ്ടെത്തി, അമ്മയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തി. അങ്ങനെ അവർ അമ്മയോട് കൂടി ചേർന്ന് നിന്നതുകൊണ്ട് അമ്മ ഈശോയോട് പറഞ്ഞു, അവരുടെ കാര്യം ഉടനടി പരിഹരിച്ചു കൊടുത്തു. പിന്നീടുണ്ടായിരുന്ന കേസ് 6 ലക്ഷം 8 ലക്ഷം 7 ലക്ഷമൊക്കെ അടക്കേണ്ടി വരുമ്പോഴെല്ലാം ഉടമ്പടി കാശുരൂപവും കൊണ്ട് എന്ന് പ്രാർത്ഥിച്ചു. അവർ ഞങ്ങളോട് പറഞ്ഞത് ഉപ്പ് കൊണ്ടുവന്ന് അവിടെയെല്ലാം വിതറിയെന്ന്. അങ്ങനെ വിതറി പ്രാർത്ഥിച്ച് അവർ 6 ലക്ഷം പറഞ്ഞത് 2,30,000 രൂപ അടക്കേണ്ടതായിട്ടാണ് വന്നത്. അവിടെയും അമ്മ സമയത്തിൻ്റെ അമ്മ, സമ്പത്തിൻ്റെ അമ്മ, സമ്പത്ത് ഉളച്ചു കൊടുത്തു. അവരെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം എന്താ? അമ്മയോടുകൂടി ചേർന്ന് നിൽക്കുന്നവരെ അമ്മ ആശ്വസിപ്പിക്കും. ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. പരിശുദ്ധ അമ്മയും ഈശോയും ഇവർക്ക് നൽകിയ വൻ കൃപയ്ക്കായി കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.